ഹായ് ഡിയേഴ്സ്, ഇസ്ലാമിക് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കൊരു ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷന്റെ വ്ലോഗ് ഒന്ന് കണ്ടു നോക്കിയാലോ? പോവായ വീഡിയോ കണ്ടു നോക്കാം. ചില ദിവസം നമുക്ക് എന്തിനാന്ന് അറിയാത്തൊരു മടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു മടി പിടിച്ചൊരു ദിവസത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുപ്പ് കത്തിച്ച് ചോറിന് വെള്ളം വെച്ച് അരി തീമിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീഫ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഇന്നില്ല കേട്ടോ ഫുഡിന്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കരണ്ടടുപ്പത്താണ് വെക്കുന്നത് കേട്ടോ. കാരണം ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുറ്റിയുള്ളൂ നമുക്ക്, അതുകൊണ്ട് അത് തീർന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു 5-6 വിസിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വഴറ്റി എടുക്കാനുള്ളതാണ് കേട്ടോ. അടുപ്പത്ത് വെച്ച് വഴറ്റാന്ന് വിചാരിച്ച് അതിൽ വേവിച്ച് വെച്ചതാണ്. അപ്പം നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടല്ല, എല്ലാം വിറകടുപ്പിലും അതുപോലെ കരണ്ടടുപ്പിലും ആയിട്ട് വേണം കേട്ടോ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ ചോറൊക്കെ ഊറ്റി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തോരനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ കാബേജ് നമ്മൾ ഓൾറെഡി നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അരിഞ്ഞ് വെച്ച് അതിലോട്ട് ഉള്ളിയും പച്ചമുളകും തേങ്ങയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ അടുപ്പത്ത് ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ച് കാബേജും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എന്ത് ചെയ്യാം, നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര മടി പിടിച്ചിട്ടാണ് അടുക്കളയിലോട്ട് വന്നതേ. പിന്നെ എങ്ങനെയോ രാവിലെ ചായയും കടി ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഫുഡിനുള്ള കാര്യങ്ങളും കൂടെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളങ്ങനെ കാബേജ് ഒക്കെ അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് എന്താക്കാം, നമുക്ക് നേരെ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പരിപ്പും ചീരയും കൂടെ തേങ്ങ അരച്ച് കറി വെക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം പരിപ്പ് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചീരയൊക്കെ ഓൾറെഡി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ പരിപ്പ് വെന്തിട്ടുണ്ട്, അതിലോട്ട് ചീരയും കൂടെ ചേർത്ത് കൊടുത്തു. അത് വെന്തതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് താളിച്ചെടുത്താൽ മതിയേ. അപ്പോൾ അതാ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ രാവിലെ വേവിച്ച് വെച്ച ബീഫും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൂടെ നമ്മൾ ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എണ്ണ ഒഴിച്ച് കുറച്ചിച്ച് അങ്ങനെ എടുത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ പപ്പടം ഇല്ലാതെ എന്ത് ഊണില്ലേ, അങ്ങനെ ദാ നമ്മൾ പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും ഫുഡ് കഴിക്കാൻ വെയിറ്റിങ്ങിലാണ്. ഏകദേശം ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പുറത്ത് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ട് ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ പനി ശരിക്കും മാറിയിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇപ്പോഴും റെഡി ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.